ടിങ്കർ ചാംസിന്റെ ചേഞ്ച് മേക്കിംഗ് പരമ്പരയിലേക്ക് സ്വാഗതം. പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഇടയിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ടിങ്കറിംഗ്, പ്രശ്നപരിഹാരം, നവീകരണം, സംരംഭകത്വം, ചേഞ്ച് മേക്കിംഗ്, മറ്റു വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി മൈക്രോ ലേണിംഗ് മൊഡ്യൂളുകൾ ടിങ്കർ ചാംസ് പുറത്തിറക്കുന്നു. ഈ 10 ഭാഗങ്ങളുള്ള വീഡിയോ പരമ്പരയിൽ ചേഞ്ച് മേക്കിംഗിന്റെ അവശ്യകാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ഒരു ചേഞ്ച് മേക്കർ ആകാമെന്നും മനസ്സിലാക്കാൻ ടിങ്കർ ചാംസ് നിങ്ങളെ സഹായിക്കും. ഓരോ വീഡിയോയും ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു ചേഞ്ച് മേക്കിംഗ് ആക്ടിവിറ്റിയും ഉൾപ്പെടുന്നു. ന്യൂഡൽഹിയിൽ നിന്നുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന മാറ്റത്തിന് കാരണക്കാരിയുമായ വിദ്യാ ശർമ്മയുടെ 10ാം അധ്യായം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഈ ലോകത്ത് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് ഏറ്റവും ശരിയായ സ്ഥലത്താണ്. നിങ്ങളുടെ പ്രായം, സാഹചര്യം അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. ഒരു മാറ്റത്തിന്റെ ഭാഗമാകാൻ ആർക്കും കഴിയും. അതിലേക്കുള്ള വഴികാട്ടിയാണ് ഈ വിവരണം. നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങിയാലോ? ലോകത്തൊരു മാറ്റം കൊണ്ടുവരാൻ മുതിർന്നവർക്കേ കഴിയൂ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം അല്ലേ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് അനുഭവ പരിചയമൊക്കെ വേണമെന്ന്. പക്ഷേ സത്യം അതല്ല. ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഉത്തരം നിങ്ങളെ തീർച്ചയായും പ്രചോദിപ്പിക്കും, ഉറപ്പാണ്. മാറ്റമുണ്ടാക്കൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചേഞ്ച് മേക്കിംഗ്, ഇതൊരു വലിയ വാക്കായിട്ടൊന്നും കാണണ്ട. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരു പ്രശ്നം, അത് ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ് മുറിയിലെ പ്ലാസ്റ്റിക് മാലിന്യമാകാം, അല്ലെങ്കിൽ റോഡിലെ ഒരു കുഴിയാകാം. അത് പരിഹരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്ന ആ നിമിഷം നിങ്ങളൊരു ചേഞ്ച് മേക്കറായി മാറുകയാണ്. ശരി, അപ്പം നമുക്ക് തുടങ്ങാമല്ലേ? മാറ്റത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഓരോ സ്റ്റെപ്പും നമ്മൾ വിശദമായി തന്നെ ഒന്ന് നോക്കാൻ പോവാണ്. ഒരു ഐഡിയയെ എങ്ങനെ ശക്തമായൊരു കഥയാക്കി മാറ്റാം, എവിടെയൊക്കെ ആ കഥ പറയാം, അതിന് നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ വേണം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. നോക്കൂ, നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഐഡിയ മാത്രമുണ്ടായിട്ട് കാര്യമില്ല. ആ ഐഡിയ മറ്റുള്ളവരുടെ ഹൃദയത്തിലെത്തണം. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് കഥ പറച്ചിൽ. ആളുകളെ പ്രചോദിപ്പിക്കാനും നിങ്ങളുടെ കൂടെ കൂട്ടാനും ആവശ്യമായ സപ്പോർട്ട് കിട്ടാനുമൊക്കെയുള്ള ഒരു മാന്ത്രിക താക്കോലാണ് നിങ്ങളുടെ കഥ. ഏതൊരു മികച്ച കഥയ്ക്കും ഈ 4 ഘടകങ്ങളുണ്ടാകും. ഇവയെ നിങ്ങളുടെ കഥയുടെ 4 തൂണുകളായിട്ട് കാണാം. ആദ്യം ഒരു പ്രശ്നം, പിന്നെ നിങ്ങൾക്കിടപെടാൻ തോന്നിയ ഒരു നിമിഷം, അതായത് ഒരു സ്പാർക്ക്, തുടർന്ന് നിങ്ങളുടെ പ്രവർത്തനം, അവസാനം അതുണ്ടാക്കിയ മാറ്റം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കഥ കംപ്ലീറ്റും പവർഫുള്ളുമാകും. നമുക്കോരോന്നായി നോക്കാം. കഥയിലെ ആദ്യ ഘട്ടം പ്രശ്നം അവതരിപ്പിക്കലാണ്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റാറ്. പല കുട്ടികൾക്കും പഠിക്കാൻ പുസ്തകങ്ങളില്ല എന്ന് പറയുന്നത് വെറുമൊരു കണക്ക് മാത്രമാണ്. പക്ഷേ പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും ഇല്ലാത്തൊരു കുട്ടിയെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. കൂട്ടുകാരെല്ലാം പഠിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന നിസ്സഹായത ഒന്ന് ഓർത്തു നോക്കൂ എന്ന് പറയുമ്പോഴോ ആ പ്രശ്നത്തിന്റെ ആഴം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതാണ് കഥ പറച്ചിലിന്റെ പവർ. അടുത്തതാണ് സ്പാർക്ക്, അതായത് ആ ഒരു പ്രചോദന നിമിഷം. എന്ത് കാരണമാണ് നിങ്ങളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന ആ നിമിഷം. തിരക്കേറിയ റോഡ് മുറിച്ചുകടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു പ്രായമായ ആളെ കണ്ടതാണ് രോഹൻ എന്ന വിദ്യാർത്ഥിക്ക് ആ പ്രശ്നത്തിൽ ഇടപെടാൻ കാരണമായത്. അങ്ങനെയൊരു കാഴ്ചയോ അനുഭവമോ ആകാം നിങ്ങളുടെയും സ്പാർക്ക്. അങ്ങനെയുള്ള ഒരു ചെറിയ നിമിഷം മതി വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശക്തമായൊരു കഥയുണ്ട്. ഇനി എന്തു ചെയ്യും? ഈ കഥയും ആശയവും ലോകത്തോട് പറയണ്ടേ? അതിനുള്ള ഏറ്റവും നല്ല വേദികളാണ് മത്സരങ്ങളും അവാർഡുകളും. അയ്യോ, ഇതൊരു പരീക്ഷയാണെന്നൊന്നും വിചാരിക്കണ്ട. മറിച്ച് നിങ്ങളുടെ ഐഡിയയ്ക്ക് ചിറക് നൽകാനും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരെ കണ്ടെത്താനുമുള്ളൊരു സുവർണ അവസരമായിട്ട് ഇതിനെ കണ്ടാൽ മതി. 1 2 അല്ല, ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കാൻ അഡൽട്ട് ടിങ്കർപ്രനർ ഉണ്ട്. ഗൂഗിൾ സയൻസ് ഫെയർ ആണെങ്കിൽ ലോകമെമ്പാടുമുള്ള യുവശാസ്ത്രജ്ഞർക്കുള്ള വേദിയാണ്. ബഹിരാകാശ ഗവേഷണത്തിലൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ കോൺട്രാക്ട് ചാലഞ്ച് നിങ്ങൾക്കുള്ളതാണ്. ഇനി വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് താൽപ്പര്യമെങ്കിൽ ഹൾട്ട് പ്രൈസ് പോലെയുള്ള വേദികളുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും പറ്റിയ അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഹൾട്ട് പ്രൈസ് പോലുള്ള മത്സരങ്ങൾ എത്ര വലിയ അവസരങ്ങളാണ് യുവ ചേഞ്ച് മേക്കർമാർക്ക് നൽകുന്നതെന്ന് നോക്കൂ. കാലാവസ്ഥ വ്യതിയാനം, ദാരിദ്ര്യം, ഇതുപോലുള്ള വലിയ ആഗോള പ്രശ്നങ്ങൾക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പരിഹാരം തേടുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്.
നിങ്ങളുടെ ഒരു ആശയം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വേദികൾ നിങ്ങൾക്കുള്ളതാണ്. ഡയാന അവാർഡ് കിട്ടുന്നതോ ഒരു ടെഡെക്സ് ടോക്ക് നൽകുന്നതോ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത നൽകും. ഇതൊരു ട്രോഫി എന്നതിലുമുപരി നിങ്ങളുടെ പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റിന് ഫണ്ടിംഗ് കണ്ടെത്താനും വിദഗ്ധരുടെ ഉപദേശം തേടാനും കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ആശയം എത്തിക്കാനും സഹായിക്കുന്ന ഒരു സൂപ്പർ പവറാണ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ കയ്യിൽ ഐഡിയയുണ്ട്, കഥയുണ്ട്, അതെവിടെ അവതരിപ്പിക്കണമെന്നും അറിയാം. ഇനി ഈ യാത്രയിൽ നിങ്ങൾക്ക് കരുത്താകുന്ന ചില കഴിവുകളെയും ടൂൾസിനെയും കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ ഉള്ളിലെ കഴിവും പുറത്തുനിന്നുള്ള സഹായവും ഒരുപോലെ പ്രധാനമാണ്. ഇവയാണ് ഒരു ചേഞ്ച് മേക്കറുടെ യഥാർത്ഥ ശക്തി. സഹാനുഭൂതി അതെന്തിനാണെന്നോ? മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ. അത് പ്രശ്നത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. നിങ്ങളുടെ ആശയം വ്യക്തമായി പറയാൻ ആശയവിനിമയ ശേഷി വേണം. ഒറ്റയ്ക്കൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് സഹകരണം അത്യാവശ്യമാണ്. പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള കരുത്തും പുതിയ വഴികൾ കണ്ടെത്താനുള്ള ക്രിയേറ്റിവിറ്റിയും നിങ്ങളുടെ യാത്രയിൽ നിർണായകമാകും. ഈ യാത്ര അത്ര എളുപ്പമൊന്നുമായിരിക്കില്ല. ചിലപ്പോ തോൽക്കുമോ എന്ന പേടി, ആരും സപ്പോർട്ട് ചെയ്യാനില്ലെന്ന തോന്നല്, കയ്യിൽ പണമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഓർക്കുക, ഓരോ വെല്ലുവിളിക്കും ഒരു പരിഹാരമുണ്ട്. ലോകം മാറ്റാൻ ഇറങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ ഒരു ചെറിയ പ്രശ്നം പരിഹരിക്കൂ. സഹായം ചോദിക്കാൻ മടിക്കരുത്. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരെ കണ്ടെത്തൂ. ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ വലിയ പണമൊന്നും വേണ്ട എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ക്യാൻവ, ഐഡിയകൾ ഓർഡറാക്കാൻ മൈൻഡ് മാപ്പുകൾ, ഒരു ടീമായി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഗൂഗിൾ ഡോക്സ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഖാൻ അക്കാഡമി, ഇങ്ങനെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സൗജന്യമായി ഒരുപാട് ടൂളുകൾ ഇന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വിശകലനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം. ഇനി നിങ്ങളെ ഊഴമാണ്. നിങ്ങളുടെ സ്വന്തം മാറ്റത്തിന്റെ യാത്രയിലെ ആദ്യത്തെ ചുവടുവെക്കാനുള്ള സമയമാണിത്. ഒരു നിമിഷം കണ്ണടച്ച് ഒന്നാലോചിച്ചു നോക്കൂ. എല്ലാ ദിവസവും നിങ്ങൾ കാണുന്ന, പക്ഷെ ആരും അത്ര ശ്രദ്ധിക്കാത്ത, നിങ്ങളെ അലട്ടുന്ന ഒരു ചെറിയ പ്രശ്നം. അത് സ്കൂൾ ക്യാൻറ്റീനിലെ പ്ലാസ്റ്റിക് ഉപയോഗമാകാം, ലൈബ്രറിയിൽ പുസ്തകങ്ങൾ കുറവായതാകാം. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആ കാര്യം അതെന്താണ്? ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ ആ പ്രശ്നം, എന്തുകൊണ്ടാണത് നിങ്ങളെ ഇത്രയധികം അലട്ടുന്നത്? ആ പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രത്യേക നിമിഷം ഓർത്തെടുക്കാൻ ശ്രമിക്കൂ. ഒരുപക്ഷേ ഒരു സുഹൃത്തിന്റെ അനുഭവമാകാം, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ട ഒരു കാഴ്ചയാകാം. ആ വ്യക്തിപരമായ അനുഭവമാണ് നിങ്ങളുടെ കഥയുടെ ഹൃദയം. ഒരു വലിയ പ്രോജക്റ്റിനെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കുകയേ വേണ്ട. ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായ, ഏറ്റവും ചെറിയൊരു കാര്യം എന്താണ്? ഒരു സുഹൃത്തുമായി ഇതേക്കുറിച്ച് സംസാരിക്കുന്നതാണോ? ഗൂഗിളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരയുന്നതാണോ? ആ ആദ്യത്തെ കുഞ്ഞൻ ചുവട് ഇപ്പോൾ തന്നെ തീരുമാനിക്കൂ. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രശ്നമുണ്ട്, അതിനൊരു കാരണമുണ്ട്. അത് പരിഹരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പും നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ! നിങ്ങളുടെ സ്വന്തം ശക്തമായ മാറ്റത്തിന്റെ കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് നിങ്ങൾ തയ്യാറാക്കി. കണ്ടോ, ഇത്രയുള്ളൂ കാര്യം. ഓർക്കുക, ഓരോ വലിയ മാറ്റവും തുടങ്ങുന്നത് ഇങ്ങനെ ഒരു ചെറിയ ചിന്തയിൽ നിന്നും, ഒരു കുഞ്ഞൻ ചുവടുവെപ്പിൽ നിന്നുമാണ്. നിങ്ങളുടെ ആ ആദ്യ ചുവട് ഏതായിരിക്കും? ലോകം നിങ്ങൾക്കായി, നിങ്ങളുടെ ആശയങ്ങൾക്കായി കാത്തിരിക്കുകയാണ്.